നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ മികച്ച ഒരു ജ്യൂസാണിത്. ഇത് എന്നും കുടിക്കേണ്ട ഒരു ജ്യൂസല്ല, ആഴ്ചയിൽ ഒരു 1-2 തവണയോ അല്ലെങ്കിൽ 3 തവണയൊക്കെ കഴിക്കാവുന്ന ഒരു ജ്യൂസാണ്. ബീട്രൂട്ടും ക്യാരറ്റും നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ബീട്രൂട്ട് നമ്മുടെ ചർമ്മകാന്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു പിങ്കിഷ് ഗ്ലോ തരാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിലും നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ജ്യൂസ് നമ്മുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കുക എന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് പകുതി ഭാഗം ബീട്രൂട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ്. ഇതൊരു ചെറിയ ക്യാരറ്റ് അതായത് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി അരിഞ്ഞെടുത്തതാണിത്. അടുത്തതായിട്ട് വേണ്ടത് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി വേണ്ടത് നാരങ്ങാനീരാണ്. ഏകദേശം 1 സ്പൂൺ നാരങ്ങാനീര് മാത്രം മതിയാകും. അവസാനമായിട്ട് വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്. നമുക്ക് ജ്യൂസ് അരയ്ക്കാൻ ആവശ്യമായ അളവിലുള്ള വെള്ളം വേണം. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മുഴുവൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആകാനും അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ചർമ്മകാന്തി കൂടാനും ഒക്കെ ഇത് സഹായിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ദഹന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ജ്യൂസാക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുക എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ മികച്ച ഒരു ജ്യൂസാണിത്. ഇത് എന്നും കുടിക്കേണ്ട ഒരു ജ്യൂസല്ല, ആഴ്ചയിൽ ഒരു 1-2 തവണയോ അല്ലെങ്കിൽ 3 തവണയൊക്കെ കഴിക്കാവുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.